Hello guys, welcome back to Flying Figgies. It's me Kiran. It's me Reshma. So ഇന്ന് നമ്മൾ ബാക്കിലുള്ളവരെ പറയുന്നില്ലേ? സോറി പപ്പ മമ്മി ജെർമി. ഇന്ന് നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ് എന്നുള്ള ഒരു ഷൂട്ട് ഇടാന്നുള്ള പ്ലാനാണ്. വേറൊന്നുമില്ല, ഞങ്ങൾ ഇന്ന് കാലത്തെ ഹോളിഡേസ് വന്നപ്പോ അതെ നമ്മള് ഒരു ഔട്ടിങ് പോവാന്ന് പറഞ്ഞത്. ഔട്ടിങ് ആക്ച്വലി ഒരു 5 മിനിറ്റ് മുമ്പ് എടുത്ത തീരുമാനമാണ്. എനിക്ക് പരുമലപ്പള്ളിയിൽ ഒന്ന് പോകണമെന്നൊരു ആഗ്രഹം പറഞ്ഞു. സോ അതുകൊണ്ട് മമ്മി പറഞ്ഞു എന്നാ വാടാ നമുക്ക് പോവാന്നും പറഞ്ഞ രീതിയിൽ നമ്മൾ ഇറങ്ങിയതാണ്. സോ ആദ്യം നമ്മൾ ജെർമിക്ക് ഒരു ട്രീറ്റ് ഒക്കെ വാങ്ങിക്കാൻ വേണ്ടി റോംസറാക്കി കയറിയായിരുന്നു. പർച്ചേസ് ചെയ്തു. എന്നാലും അവൻ ഇവിടെ മര്യാദക്ക് ഇരിക്കുള്ളേ. സോ അത് കാരണം ഞങ്ങൾ അവിടെ നിന്ന് പർച്ചേസ് കഴിഞ്ഞ് ഡീസൽ അടിച്ച് ഇപ്പൊ ഞങ്ങളിപ്പോ പോവാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തു. സോ നമുക്ക് ആ ഒരു ലഞ്ച് കഴിക്കണം. ലഞ്ച് അവിടുത്തെ വിശേഷങ്ങളാകാം. അവിടുത്തെ നല്ല നല്ല സീനറീസും പിന്നെ പള്ളിയൊക്കെ കാണിച്ചു തരാം. ആക്ച്വലി എന്നെ മാമോദിസ മുഖ്യ പള്ളിയാണ് പരുമലപ്പള്ളി. സോ ആ പരുമലപ്പള്ളിയൊക്കെയാണ് നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത്. സോ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. എന്താ മോൾട്ടാ, എന്നാ പറ്റി? ഞങ്ങൾ റെസ്റ്റ് എടുക്കുക. ഈ ജെർമിനെ കൊണ്ട് വരുന്നത് ഒരു ഭയങ്കര ടാസ്ക് ആണ്. അവൻ ഓരോ സ്ഥലത്തും മറ്റേ അടയാളങ്ങൾ ഇട്ടിട്ടേ പോകത്തുള്ളൂ. ഇപ്പൊ അടയാളം ഇടാൻ വേണ്ടി പോയക്കോ പുള്ളി. വെറുതെ ഒന്നുമല്ല, അവനെ ശരിക്കും പറഞ്ഞ തണുപ്പ് മുഴുവൻ അടിക്കണം അവന്റെ അപ്പൂപ്പിക്കിട്ടാണ്. അത് പറഞ്ഞ അവന് മുള്ളാൻ മുട്ടിയിട്ട് അവൻ ഓടിയിട്ടുണ്ട്. സാധാരണ ഞങ്ങള് ഇടയ്ക്ക് നിർത്തി പിന്നെ ഞങ്ങള് ആക്ച്വലി ഞങ്ങള് വന്നത് ശരിക്കും പറഞ്ഞ റൂട്ട് സ്കൂളില്ലാത്ത റൂട്ടിൽ കൂടെ തന്നെയാണ്. കാരണം ഇപ്പൊ അറിയാലോ, അരുക്കുറ്റി അവിടെ നിന്ന് അങ്ങോട്ടേക്ക് ആലപ്പുഴ വരെ ഭയങ്കര റോഡ് പണി, മറ്റേ പാലം പണിയാണ്. സോ അതിന്റെ ഒരു പ്രശ്നമുണ്ട്. ഗട്ടറും അങ്ങനത്തെ കുറെ നല്ല മോശം റോഡൊക്കെയാണ്. സോ നമ്മള് ഇതിലെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ വഴി തന്നെ പോകാന്നുള്ള പ്ലാനാണ്. എന്ത് പറ്റി മോളുടെ വരുന്നില്ലേ? അവനെ എടുത്തിട്ട് വരുന്നുണ്ട്. വേണമെങ്കിൽ കാണിച്ചു തരാം. ഇങ്ങനെയാണോ കാണിക്കുന്നത്? കണ്ടാ, ഇതാണ് പരിപാടി. അവനൊന്ന് കാറ് മാറിപ്പോയാ. ഒരു മിനിറ്റ് മമ്മി ഒരു തുണിങ്ങനെ. അവന്റെ കാലൊക്കെ ക്ലീൻ ചെയ്തിട്ട് വേണം കയറ്റാനുണ്ട്. വെറുതെ ഒന്നല്ല, അവന്റെ കാല് ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ എപ്പോഴും ക്ലീൻ ചെയ്തിട്ടാണ് അവനെ കയറ്റുന്നത് കാറിലേക്ക്. എന്താ ജെർമി, എല്ലാം കഴിഞ്ഞോ? അവൻ ഹാപ്പി. പപ്പ ഹാപ്പിയാണോ? പപ്പ ഹാപ്പിയാണ്, ജെർമി ഹാപ്പിയാണ്. സോ ഞങ്ങൾ വീണ്ടും വണ്ടി യാത്ര പോവാണ്. ആക്ച്വലി നമ്മള് അരൂര് പാലം എത്തി. അവിടെ ഭയങ്കര ബ്ലോക്ക് ആയിരുന്നു കേട്ടോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അരൂരൊക്കെ പണി നടക്കണ ഭയങ്കര ബ്ലോക്കാണ്. ഏകദേശം നമ്മൾ 1 മണിക്കൂറോളം നമ്മളിവിടെ ഈ പാലത്ത് തന്നെ കിടക്കേണ്ടി വന്നു. ഓക്കെ, നമ്മളിപ്പോ ബ്രദേഴ്സ് എത്താൻ വേണ്ട. ആക്ച്വലി ആലപ്പുഴ എത്തി. ആക്ച്വലി നമ്മൾ ബ്രദേഴ്സിന്റെ ഇത് പഴയ കാലം തുടങ്ങിയുള്ള ഒരു റെസ്റ്റോറന്റ് ആണ് ഈ ബ്രദേഴ്സ് എന്നുള്ളത്. ഞാൻ ചെറുപ്പം മുതലേ പോകുന്നതാണ്. മീൻസ് വെക്കേഷനൊക്കെ വരുമ്പോഴൊക്കെ ഇവിടെ നിന്ന് പോകുന്നതാണ്. ആക്ച്വലി നമ്മള് ജെർമിയുടെ രോമം നല്ലോണം പോണുണ്ട്. നമ്മുടെ മെഡിസിൻ കഴിക്കുന്നുണ്ട്, അല്ലെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ആക്ച്വലി ഞാൻ നമ്മള് മോളൂട്ടനും ജെർമിയും കൂടെ കാറിരുന്നോളാം ഞങ്ങള് കഴിക്കാം എന്നുള്ള രീതിയിലാണ് പോയത്. അപ്പൊ പപ്പ മമ്മിനെ ആദ്യം കഴിപ്പിച്ചിട്ട് ഞങ്ങള് പിന്നീട് കഴിക്കുന്നു. ജെർമി നല്ല അടക്കം വയലന്റ് ഒന്നുമില്ല. ആള് ഭയങ്കര അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. പിന്നെ ആള് കുറച്ചപ്പോ ആ തണുപ്പ് പുള്ളി കിടന്നങ്ങടെ ഉറങ്ങി. നല്ല കുഴപ്പമില്ലാത്തൊരു അവന് എവിടെയും കൊണ്ടുപോകട്ടോ റെസ്റ്റോറന്റിലൊക്കെ. അപ്പൊ ഇതാണ് റെസ്റ്റോറന്റ് ഉള്ളിലത്തെ ഭാഗം. നമുക്ക് ഇത് പഴയ ഒരു കെട്ടിടമാണ്. നല്ലൊരു റെസ്റ്റോറന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ന് തുടങ്ങിയാണ് ഇതിന്റെ പുരാതന വസ്തുന്ന് അറിയില്ല. കുറെ സിനിമക്കാർ വന്നതിന്റെ ഫോട്ടോസും അവരുടെ അതെ ചിരഞ്ജീവി ആക്ടർ വരെയും ഇവിടെ ഉണ്ട്. അടൂർ ബാസി ആ കാലഘട്ടം തുടങ്ങി ഇവിടെ ഫേമസ് ആണ് ആക്ച്വലി ഈ റെസ്റ്റോറന്റ്. ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അറിയാം ആരൊക്കെ വന്ന് ഫോട്ടോ എടുത്തിട്ടുണ്ടെന്ന്. അത്രയും ഫിലിം സ്റ്റാർ, എനിക്കാണ് ഫിലിം സ്റ്റാർസിന്റെ മാത്രമായിട്ടുള്ള ഒരു റെസ്റ്റോറന്റ് എന്നുള്ള രീതിയാണ്. സത്യം. നല്ല ഫുഡ്, നല്ല ആംബിയൻസുമാണ്, ഫുഡും അടിപൊളിയാണ്, നല്ല ടേസ്റ്റുള്ള ഫുഡ്. എനിക്ക് പെട്ടെന്ന് ചെന്നില്ലെങ്കിൽ തീർന്നും പോകും. അത് തന്നെ ഭയങ്കര തിരക്കായിരിക്കുള്ളൂ. പിന്നെ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ ഇവിടെ മീൻകറി
ഒരു രക്ഷയില്ല കേട്ടോ. നല്ല മീൻകറിയാണ്, നല്ല തേങ്ങ അരിച്ച് കുടംപുളിയൊക്കെ ഇട്ട് വെച്ച മീൻകറി. അത് കഴിക്കാൻ വേണ്ടിയാണ് ഞാൻ മെയിനായിട്ട് പോകാൻ. ഇവിടെ നിന്ന് എല്ലാവരും പോകുന്നതിന് അവിടെ ഹോട്ടലിൽ അവിടെ ഫുഡ് കഴിക്കാനാ. ഞങ്ങളവിടെ 3 ടൈപ്പിലും കഴിച്ചിട്ടുണ്ട്. അതായത് ബ്രേക്ക്ഫാസ്റ്റ് വെച്ചിട്ടുണ്ട്, ലഞ്ച് വെച്ചിട്ടുണ്ട്. പപ്പയുടെ കഴിക്കലുണ്ടോ? പപ്പയുടെ ഫുഡ് കഴിക്കൽ രസമാണ്. ഒരു ഉണ്ട പിടിച്ചു കഴിഞ്ഞിട്ട് നേരെ ചാറിലിട്ട് മുക്കുക. അതൊരു എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട്. ആ ഒരു പ്രത്യേകത. പപ്പ എനിക്ക് കുഞ്ഞിലെ എനിക്ക് ഇങ്ങനെയാണ് ചെയ്ത് തരുന്നത്, ഈ വായിലേക്ക് വെച്ച് തരുന്നത്. ഇങ്ങനെ മുക്കിയിട്ട് നേരെ വായിലേക്ക് വരും. പക്ഷെ എനിക്ക് ഇന്ന് തന്നില്ല. നല്ല തരാനുള്ള സാഹചര്യം അമ്മാതിരി തിരക്കാ അവിടെ. ഒരാളെ എണ്ണിച്ചു വിട്ടോണ്ട് അടുത്ത ആളെ പിടിച്ചിരുത്താൻ അവർക്ക്. അധികം കറികൾ അധികം ഒന്നും ഇല്ലെങ്കിലും നല്ല ഇതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം കഴിക്കാനുള്ള കാര്യമുള്ളൂ. അവിയലുണ്ടായിരുന്നു, തോരൻ ഉണ്ടായിരുന്നു, മീൻകറി, അച്ചാറ്, ചമ്മന്തി, പപ്പടം, പിന്നെ സാമ്പാറ്, പിന്നെ ഒരു മോരുണ്ടായി, വെള്ളമോരുണ്ടായി, ഒരു വൈറ്റ് കറിയും ഉണ്ടല്ലോ. അതെന്താന്ന് എനിക്കറിയാൻ പറ്റില്ല. അപ്പൊ അതാണ് പപ്പ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് കഴിക്കുന്നുണ്ടോ. നല്ല പപ്പക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടുത്തെ ഫുഡ്. അപ്പൊ ഇവിടെ വരുമ്പോഴാണ് കൂടുതൽ ആശ്വസിച്ച് കഴിക്കുന്നത്. അതെ കണ്ടോ, പ്ലേറ്റ് മുഴുവനും കാലിയാക്കിയിട്ട് പപ്പ. ഇത് ഞാൻ വെയിറ്റ് ചെയ്യാനാണ്, മോൾട്ടനെ വെയിറ്റ് ചെയ്യണം ഞങ്ങൾക്ക് കഴിക്കാൻ വേണ്ടി. സോ ഇതാണ് ഞാൻ കൊണ്ടുവരുന്നത്. ഞാൻ ഒരു ബീഫ് ഫ്രൈയും കൂടെ ഓർഡർ ചെയ്ത്, ഒരു ചെറിയൊരു സൈഡും കൂടി ഉണ്ട്. അപ്പോൾ ബീഫ് ഫ്രൈ നല്ല സോഫ്റ്റ് ബീഫ് ഫ്രൈ ആണ്. സോ അതും കൂടെ ഞങ്ങൾ വാങ്ങിച്ച് കഴിച്ചായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ആണ്, അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ കഴിക്കുന്നത്. സോ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പരുമലപ്പള്ളിയിലേക്ക് പോകാനുള്ള വഴിയാണ്. ഇത് നമ്മളിപ്പോ ആലപ്പുഴ കുട്ടനാട് ഭാഗമാണ്. അപ്പൊ നല്ല താറാവൊക്കെ കിട്ടുന്ന സ്ഥലം, നല്ല ഭംഗിയാണ് ഇവിടെ കാണാനായിട്ട്. ഈ കാണുന്നുണ്ടോ, ഇതൊരു കള്ള് ഷാപ്പാണ്, ഭയങ്കര ഫേമസ് ആണ്. പക്ഷെ അതിന്റെ പേര് എനിക്ക് ഓർമ്മയില്ല. പക്ഷെ എന്നാലും ആൾക്കാർ വന്ന് എനിക്കൊണ്ട് അത് നല്ലതായിരിക്കുള്ളൂ. പിന്നെ നമ്മൾ ഇവിടെ പള്ളി എത്തി കേട്ടോ. ഇതാണ് പരുമലപ്പള്ളി. പരുമലപ്പള്ളി ഭയങ്കര ഫേമസ് ആയിട്ടുള്ള പള്ളിയാണ് കേട്ടോ. ഇവിടുത്തെ തിരുമേനി ഭയങ്കര ഫേമസ് ആണ്. എല്ലാവർക്കും അറിയാം. ഇത് പ്രത്യേകം ഉണ്ടോ, ഈ മെഴുകുതിരി ഭയങ്കര ആക്ച്വലി ക്യാൻഡിലൊക്കെ അകത്തായിരുന്നു, പിന്നെ സെപ്പറേറ്റ് ആക്കി വെച്ചേക്കുന്നതാണ് ഇപ്പം. സോ ഇത് ഭയങ്കര പഴയത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു കാത്തഡ്രലാണ്. 3 ആക്ച്വലി ഞാൻ ആംഗ്ലോന്റിയാണ്, മോൾട്ടൻ ഓർത്തഡോക്സ് ആണ്. സോ ഇതിപ്പോ മോൾട്ടന്റെ എന്താണ് മാമോദിസ പള്ളിയാണ്. അപ്പൊ ഇങ്ങനത്തെ 3 കുർബാന എന്ന് പറയും. അത് ഒറ്റ ടൈമിൽ തന്നെ 3 കുർബാന നടത്തും. 3 അച്ഛന്മാര് നിന്നിട്ട് കുർബാന. ഇവിടെ ആക്ച്വലി പ്രാർത്ഥിക്കാൻ വേണ്ടി ഇത് തിരുമേനിയുടെ പഴയ കട്ടിലൊക്കെയാണ്. ചെറിയ മ്യൂസിയം കൂടെ ഇവിടെ അവൈലബിൾ ആണ്, പക്ഷെ പോകാൻ പറ്റില്ല, ഇവിടെ അടച്ചിട്ടിരിക്കുവായിരുന്നു. പിന്നെ നമ്മൾ എല്ലാം കഴിഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് കോഫിയും ചായയും കുടിക്കാനുള്ള ഒരു സ്പേസ് ഉണ്ട്. ഞങ്ങൾ എപ്പോ വന്നാലും ഇവിടെ നിന്നാണ് കഴിക്കുന്നത്. പിന്നെ പർച്ചേസും ചെയ്യാൻ ചെറിയൊരു സ്റ്റോൺ ഉണ്ട് ഇവിടെ. ആക്ച്വലി നവജ്യോതി മോംസ് എന്നുള്ള ഇതിലാണ് ഞങ്ങൾ കൂടുതലും കൊടംപുളി വാങ്ങിക്കുന്നത്. കൊടംപുളി നല്ല ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ, അവിടുത്തെ നാട്ടുകാര് എല്ലാം ഉണ്ടാക്കി കൊണ്ടുവന്ന് വെക്കുന്ന ഒരു സ്ഥലമാണ്. ഹോംലി ആയിട്ടുള്ള മെറ്റീരിയൽ ഇതാണ് സാധനങ്ങളായിരിക്കും കൊണ്ടുവന്ന് വരുന്നത്. അത് കാരണം ഇപ്പൊ പുളിയൊക്കെ ഉണക്കി അവിടുത്തെ നാട്ടുകാർ തന്നെ ഉണക്കി കൊണ്ടുവന്ന് വരുന്നതാണ്. പുളിയുണ്ട്, കൊടംപുളിയും വാളംപുളിയും ഉണ്ട്, പിന്നെ തേന്, എണ്ണ വരെ അവര് അടുത്തുള്ള ഒരാളെ ആട്ടിക്കൊണ്ടുവരുന്ന സ്നാക്സ് കൊണ്ടുവരുന്നത്, ചിപ്സ് അതൊക്കെ. പിന്നെ ജെർമി എല്ലാം കഴിഞ്ഞ് ഞങ്ങള് ആ കുട്ടിയെ അവന്റെ ബാത്റൂമിൽ പോക്കൊക്കെ എല്ലാം ഉണ്ട്. അപ്പൊ അതൊക്കെ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ക്ലീൻ ചെയ്യട്ടോ. ഞാൻ എപ്പോഴും നേരത്തെ ഞാൻ ക്ലീൻ ചെയ്ത പോലെ ഇത് കാലിലെല്ലാം ക്ലീൻ ചെയ്തിട്ടാണ് ജെർമിനെ തിരിച്ച് വണ്ടിയിലേക്ക് കയറ്റുന്നത്. കാരണം അവന് എപ്പോ ഇൻഫെക്ഷൻ കുറച്ചുണ്ടായിരുന്നു, അതിപ്പോ മാറി. നമ്മുടെ കൂടെ കയറുമ്പോ നമ്മൾ ക്ലീൻ ചെയ്യും. പിന്നെ ഇത് വന്നിട്ട് നമ്മുടെ താമരക്കുളമാണ്. ഇപ്പൊ താമര ഇല്ലാത്ത സീസൺ ഇല്ല. ഇത് ഭയങ്കര ഫുള്ളും താമര വിരിഞ്ഞിരിക്കുന്നതാണ്, ഈ പ്രാവശ്യം ഇല്ലായിരുന്നു. പിന്നെ ഞങ്ങൾ ഇത് കഴിഞ്ഞിട്ട് റിപ്പിൾ ലാൻഡിലേക്ക് വന്നത്. ഇത് KTDC ആണ് ഒരു ചായ. അതെ, ഒരു KTDC ഒരു ഹോട്ടലാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ സ്റ്റേ ഉണ്ട് കേട്ടോ. സോ ഇതും നമ്മുടെ ആലപ്പുഴ നമ്മുടെ എന്താണ് എൻട്രി ചെയ്യുന്ന സ്ഥലത്ത് തന്നെയാണ് ഈ വരുന്നത്. ഇവിടെ നല്ലതാണ് ഫുഡൊക്കെ. പിന്നെ ഞങ്ങൾക്ക് ആ ടൈമിൽ വേണ്ടായിരുന്നു. അതെ, ഇത് 6:30, 7 ഒക്കെ ആയിട്ടുണ്ട്. ഞങ്ങൾ ചായ കുടിച്ച് ഇങ്ങനെ ഇരിക്കാനുള്ള ഇതിലാണ്. ഇതും നല്ല എല്ലാ ടൈപ്പ് ഫുഡും അവൈലബിൾ ആണ് കേട്ടോ. ഉച്ചക്ക് ലഞ്ചും ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പൊ ആരാ ഇവിടെ പോണെങ്കിലും കുറച്ചേരം വിശ്രമിക്കണമെങ്കിൽ ഞങ്ങൾ ഇടയ്ക്ക് ഇവിടെ കയറുന്നത് ബ്രേക്ക് എടുക്കാനും ഒന്ന്
വാഷ്റൂമിൽ പോകാനും അങ്ങനത്തെ വേണ്ടിട്ടൊക്കെയാണ്. സോ അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വൈറ്റിലേക്ക് എത്തി. നമ്മുടെ ഇവിടുത്തെ റോഡൊക്കെ ഇപ്പഴാണല്ലോ കൊച്ചി ഓണാകുന്നത്. അപ്പോ ഭയങ്കരമായിട്ട് ഫുള്ള് ലൈറ്റ് ഒക്കെ ഉണ്ട്, ആൾക്കാർ ഭയങ്കര തിരക്കാണ്. അപ്പൊ ഇവിടെ ഒരു പൂജ നടക്കണം. ആക്ച്വലി നമ്മള് പൂജപ്പിന്റെ സമയമുണ്ടോ, അപ്പൊ ഹിന്ദിക്കാര് ഇവിടെ പൂജയുടെയും ഒരു ഫംഗ്ഷൻ ഒക്കെ നടത്തുന്ന ഒരു ഇതാണ്. അത് പനമ്പിളിയാറാണ്. അതെ, നമ്മുടെ പനമ്പിളിയാറാണ്. അവിടെ ഡാൻസും ഇതൊക്കെ ഉണ്ടായിരുന്നു, അവരുടെ ആഘോഷം. അപ്പൊ അതും നമുക്ക് ഇവിടെ കാണിക്കാം. പിന്നെ ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് ഡിന്നർ കഴിക്കാൻ വേണ്ടി താഹിലാനി എന്നുള്ള ഒരു ഇതാണ് ചാറ്റ്, ഫേമസ് ആണ്. അതും ഭയങ്കര ഇതാണ് കേട്ടോ, നല്ല ഒരു പറ്റിയതാണ്. ഇത് നമ്മൾ പിന്നീട് ഇതിനു വേണ്ടി ഒരു ഡെഡിക്കേറ്റഡ് ഒരു വീഡിയോ ഇറക്കുന്നതായിരിക്കും കേട്ടോ. നല്ല, കാരണം ഇവിടുത്തെ ചാറ്റ് എന്ന് പറഞ്ഞാൽ നല്ല കിഡ് സാധനമാണ്. ഇവര് തന്നെ പ്രിപ്പയർ ചെയ്യണ ഗീയും എല്ലാ സാധനവും ഇവര് ഇവരുടെ ഓൺ പ്രിപ്പറേഷൻ ആണ്. അപ്പൊ അതിന്റെ ഒരു ക്വാളിറ്റി നല്ലോണം ഇവര് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഒറിജിനൽ ഹിന്ദിക്കാരനാണ് എനിക്ക് തോന്നുന്നു, ബോംബെ എന്നാണ് തോന്നുന്നത്. അതെ അതെ. സോ ഇത് ഞങ്ങളിപ്പോ ലസ്സി വാങ്ങിച്ചായിരുന്നു. ഈ ഒരു തൽഹാനി സ്പെഷ്യൽ ആണ് എന്ന് വെച്ചാൽ അതിനകത്ത് റോസ്, ഡ്രൈ റോസ് ഉണ്ടായിരുന്നു, പിന്നെ നട്ട്സ് എല്ലാം കുട്ടികളുടെ ഒരു ലസ്സിയാണ്. പിന്നെ ഒരു പാവ് ബജിയും വാങ്ങിച്ചായിരുന്നു, പിന്നെ ഒരു ബേൽപൂരി വാങ്ങിച്ചായിരുന്നു. പിന്നെ പാവഭാജിയുടെ ബണ്ണോയി പിന്നെ കാരണം ഇത് ആക്ച്വലി ഇത്തിരി വാങ്ങിച്ചോളൂ, പക്ഷെ ഞങ്ങളുടെ വയറ് അപ്പൊ തന്നെ ഫിൽ. പക്ഷെ വേറെ സാധനം മേടിക്കണം ആഗ്രഹം, പക്ഷെ ഒന്നുമില്ല. എന്ന് വെച്ചാൽ ലാസ്റ്റ് ഏകദേശം ഒരു ക്ലോസിംഗ് ടൈം ആയിട്ടുണ്ടായിരുന്നു. എനിക്ക് വേണം നമ്മുടെ ലാസ്റ്റ് ഇവിടുന്ന്. അതെ, ഞങ്ങളാണ് ലാസ്റ്റ് പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞു. ഇവര് എക്സ്ട്രാ ഒന്നും പ്രിപ്പയർ ചെയ്യില്ല, എന്ത് ഇരുന്നു അതങ്ങനെ ക്ലോസ് ചെയ്തിട്ട് പോവാ. അതെ, അപ്പൊ നല്ലൊരു ടേസ്റ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. അപ്പൊ എല്ലാവരും ഞങ്ങളിപ്പോ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. കാരണം അതിന്റെ ബണ്ണ് തന്നെ നല്ല ഒരു സോഫ്റ്റ് ആയിട്ടായിരുന്നു, സ്പൈസി അല്ല, ഓയിലി അല്ല, അവരുടെ നാച്ചുറൽ ബട്ടർ ഒക്കെ ഇട്ടിട്ട് തന്നെയാണ്. ബട്ടർ ഒക്കെ ഇട്ടിട്ട്. പിന്നെ ജർമ്മനി ആക്ച്വലി ഞാൻ അവിടുന്ന് ദൂരത്തെ വെച്ചേ, അപ്പൊ നമ്മൾ അടുപ്പിച്ച് കൊണ്ടുവന്ന് ഇടാൻ വേണ്ടി നിൽക്കാണ് കേട്ടോ. കാരണം വേറെ ഒന്നുമില്ല, അവനും കുറച്ച് കൊടുക്കാന്നുള്ള രീതിയായിരുന്നു. പിന്നെ അവൻ കുഴപ്പമില്ല, എല്ലാം ഓക്കെ ആയിരുന്നു ആള്. പിന്നെ പപ്പ അവന് പോയിട്ട് ഇടയ്ക്ക് കൊണ്ടുപോയിട്ട് ഇങ്ങനെ ട്രീറ്റ് ഒക്കെ കൊടുക്കും. ട്രീറ്റ് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണല്ലോ. ലസ്സിയാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അതെ, അവന് ഭയങ്കര ഇഷ്ടമാണ് എന്റെ ലസ്സി എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോ ക്യൂൻസ് വാക്കയുടെ അവിടെ എത്തി. ഇവിടുത്തെയും വൈബ് ഒന്ന് കാണിക്കണമല്ലോ, അതാണ് ഞാൻ ഇവിടെ കാണിച്ചത്. എന്തെങ്കിലും പക്ഷെ കാറിടാൻ പോലും സ്ഥലമില്ലായിരുന്നു അവിടെ. സമയം 11:11. വീണ്ടും രാത്രിയാണ് അയക്കണത്. വീട്ടിൽ പോവാനേ ഇഷ്ടമില്ല ഇവിടെ ആർക്കും. എല്ലാവർക്കും ഇങ്ങനെ കറങ്ങി കിടക്കണം. ജർമ്മിക്കാണ് ഏറ്റവും കൂടുതൽ കറങ്ങി കിടക്കണം എന്നുള്ള ഒരു ആഗ്രഹം. ആക്ച്വലി ഇന്നൊരു ചെറിയൊരു വീഡിയോ ആണ്, ചെറുതായാലും ഞങ്ങൾക്ക് അതൊരു ഫുൾ ഡേ ആയിപ്പോയി കേട്ടോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാലത്തെ ഒരു 10 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് ഇപ്പൊ 11 മണി വരെ നമ്മള് എന്താണ് നമ്മൾ ചെയ്തത് ഉള്ളൊരു വീഡിയോ ആയിരുന്നു. ഞങ്ങൾ ഇടക്കിടക്ക് ഇങ്ങനെ പോകാറുണ്ട്, പെട്ടെന്ന് പ്രതീക്ഷിക്കാത്തൊരു പോക്കായിരിക്കും പോണത്. അതെ, ഒരു 5 മിനിറ്റ് മുമ്പ് തീരുമാനിച്ച് പിന്നെ ഒരു റെഡി ആയിട്ട് ഒറ്റ ഇറക്കം, അത്രേ ഉള്ളൂ. ഞങ്ങൾ മുന്നും പിന്നെ ഒന്നും നോക്കില്ല, അങ്ങോട്ട് ഇറങ്ങുക. സോ അപ്പൊ ഇന്ന് പോയത് സ്ഥലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മ പരുമലപ്പള്ളിയാണ്, ചെങ്ങന്നൂര്, ആ തിരുവല്ല അല്ലെ, ആ ഏരിയ അവിടെയാണ് ഞങ്ങൾ പോയത്. സോ അതിന്റെ ഇടയ്ക്ക് ഞങ്ങള് ഫുഡ് കഴിച്ചു, നല്ല ഫുഡായിരുന്നു. മീൽസ് കഴിച്ചത് ബ്രദേഴ്സിനാണ്, ആലപ്പുഴയിലാണ്. അതും ഞങ്ങൾ സ്ഥിരമായിട്ട് പോയി കഴിക്കുക എന്നുള്ള ഒരു സ്ഥലമാണ്. നമ്മ ഇപ്പൊ ചെങ്ങന്നൂരൊക്കെ പോകണമെങ്കിൽ സ്ഥിരമായിട്ട് നമ്മൾ അവിടെ കയറിയിട്ടാണ് ഫുഡ് കഴിച്ചിട്ട് പോകുന്നത്. പിന്നെ തിരിച്ചു വന്നപ്പോ ഒരു ചെറിയൊരു റെസ്റ്റ്, ചെറുതല്ല, അത് KTDC കേട്ടോ, റിപ്പിൾ ലാൻഡ് എന്ന് പറഞ്ഞ്, അതും ഞങ്ങൾ സ്ഥിരമായിട്ട് പോകുന്ന ഒരു റെസ്റ്റോറന്റ് ആണ്. അവിടെ ഹോട്ടൽ സൗകര്യം ഉണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ താമസമുണ്ട്, അത് ഓൺലൈൻ ബുക്കിംഗും ഉണ്ട്. വേണമെങ്കിൽ അവിടുത്തെ ഞാൻ നമ്പർ അടിയിൽ ഇട്ടേക്കാം, അപ്പോ അതിൽ വിളിച്ച് ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് റൂംസ് ഒക്കെ എടുക്കാൻ വേണ്ടി സാധിക്കും. നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണെന്നാണ് എന്റെ വിശ്വാസം. ഞങ്ങളൊന്നും ട്രൈ ചെയ്തിട്ടില്ല. ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടുണ്ട്, അതെ, റൂംസ് ഒന്നും ഞങ്ങൾ നോക്കിയിട്ടില്ല. സോ അതിനെ കുറിച്ച് ഞങ്ങൾക്ക് അറിയില്ല. പിന്നെ അത് കഴിഞ്ഞ് നമ്മള് രാത്രി വീട്ടിലെത്തിയില്ല. അതിന് നമ്മള് നൈറ്റിലെ ഡിന്നർ, ഒരു ചെറിയൊരു ഡിന്നർ എന്ന് പറയുമ്പോ നമുക്കൊരു പാവ് ബജിയും പിന്നെന്താണ് ബേൽപൂരിയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിച്ച്. അതൊരു ഫേമസ് ആയിട്ടുള്ളൊരു ചാറ്റിന്റെ ഷോപ്പാണ്. അതിന് വേണ്ടി ഞങ്ങളുടെ ഡീറ്റെയിൽ വീഡിയോ ഞങ്ങൾ പിന്നീട് ഇടുന്നതായിരിക്കും. അപ്പോ അതുകൊണ്ട് വരുന്നത്. സോ ഇതൊക്കെയാണ് നമ്മുടെ വീഡിയോ. സോ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. See you next video. Bye. Bye. Bye.